റിയൽ വുഡ് വർക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ മരപ്പണിക്കാർ പണിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ്. ഈ ഉപകരണത്തിൻ്റെ പേര് ഞങ്ങൾ വരകോലെന്നാണ് ഞങ്ങൾ പറയുന്നത്. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒന്നുണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻ്റ് ഇടുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഈ 4 പീസാണ് നമ്മൾ ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലൊരു പീസ് സ്ക്വയറാണ്, 2 പീസ് ഇതുപോലെ ഫിനിഷ് ചെയ്താണ്. താഴെ കിടക്കുന്ന ആ പീസ് ഒരു വശം കനം കുറവ്, ഒരു വശം കനം കൂടിയതാണ്. അതായത് ഞങ്ങൾ പറയുന്ന ഒരു ആപ്പ്, അതായത് പൂൾ എന്നൊക്കെ ഞങ്ങൾ പറയും. ആ രീതിയിലുള്ള ഒരു പീസാണ് ആ ചെറിയ പീസ്. ഇനിയിപ്പോൾ നിങ്ങൾ വരക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതാണ്ട നമ്മൾ അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് അതിൽ ഒരു വശം ഇപ്പുറം മാർക്ക് ചെയ്തു. അതിനുശേഷം ആ 2 കഷ്ണത്തിൻ്റെ കനം നമ്മൾ വെച്ചിട്ട് മാർക്ക് ചെയ്ത് അതിൻ്റെ ആ പീസിൻ്റെ ഇപ്പുറത്തെ വശം എത്ര എന്ന് നോക്കി അതെത്രയാണോ അതിൻ്റേതായ ആ വീതി തന്നെയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, അതുപോലെ കറക്റ്റായിട്ട് അതിൻ്റെ വീതി എടുത്തിട്ട് അത് മാർക്ക് ചെയ്യണേണ്. കണ്ടോ, ഇതിപ്പോൾ അപ്പുറം വശവും ഇതുപോലെ തന്നെ സെയിമായിട്ട് വരക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇപ്പുറത്ത് വരച്ചത് അപ്പുറത്തേക്ക് പകർത്തി വരയ്ക്കുകയാണ്. നമ്മളിങ്ങനെ ഇതുപോലെ 2 വശത്തും ഇതുപോലെ നമ്മൾ സെയിമായിട്ട് വരച്ചിട്ട് നമ്മളത് ഹോളിട്ട് കുത്തിയെടുക്കാൻ പോകണം. ആദ്യം നമ്മളൊരു റൗണ്ടിൽ ഡ്രിൽ ബിറ്റിന് നമ്മൾ ഹോളിടും. അതിന് ശേഷം നമ്മൾ സ്ക്വയറായിട്ട് ഉള്ളിക്ക് കുത്തിയെടുക്കും. നമുക്കത് വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമ്മൾ വരക്കാൻ പോകുന്നത് ഇതാ പൂളിൻ്റെ ഹോളാണ് നമ്മൾ വരക്കുന്നത്. ഞാൻ നേരത്തെ പറയുണ്ടായിരുന്നു പൂളിന് ഒരു വശത്ത് കനം കൂടുതൽ, ഒരു വശം കനം കുറവാണെന്നുള്ളത്. അപ്പോൾ വരക്കുമ്പോഴും അതുപോലെ തന്നെ ഈ കട്ടയുടെ ഒരു വശം കനം കൂടുതലും ഒരു വശം കനം കുറവായിട്ടാണ് നമ്മൾ വരക്കുന്നത്. അങ്ങനെ ആ ഹോളിനോട് ചേർന്ന് തന്നെയാണ് അത് വരക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ കണ്ടത് മനസ്സിലാക്കണം.
ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ആ റീപ്പറിൻ്റെ രണ്ട് റീപ്പറിൻ്റെ രണ്ടറ്റത്ത് ഞാൻ ഒരു ഇഞ്ചിൻ്റെ ആണി വെച്ചിട്ട് അടിച്ചിട്ട് കട്ട് ചെയ്ത് അരം വെച്ചിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അത് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അത് നമ്മൾ രാഗി മുറിച്ച് വെപ്പിച്ചെടുക്കും. അത് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആണി അടിച്ച വശം ഒരു അപ്പുറം ഇപ്പുറമായിട്ടാണ്. ഒരു റീപ്പറിൻ്റെ ഒരു വശത്താണ്, മറ്റേ റീപ്പറിൻ്റെ ഇപ്പുറത്തെ വശത്താണ്. രണ്ട് വശത്തുമാണ് ആണി അടിച്ച വശം, രണ്ട് വശത്തായിട്ട് വരണം. ആ രീതിയിൽ വേണം നമ്മൾ ആ കട്ടയുടെ ഉള്ളിലേക്ക് അത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ കട്ടവരകോലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏത് അകലത്തിൽ വേണോ, എത്ര വലിയ ഹോൾ വേണോ, എങ്ങനെയായിരിക്കണം എന്നുള്ളതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഈ പൂള് പയ്യൊന്ന് തട്ടി പുറത്തേക്ക് എടുത്തിട്ട് നമുക്കത് മുട്ടി കറക്റ്റ് ചെയ്ത് അളവ് വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹോള് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മരപ്പണിക്കാർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ കട്ടവരകോല്. അപ്പോൾ ഈ കട്ടവരകോല് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ മരപ്പണിക്കാർക്ക് മാത്രമല്ല, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കട്ടവരകോല് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അതുപോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞങ്ങൾ ഇനിയും ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കുറച്ച് ആൾക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.